നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളായി ഇ പത്മാവതിയും സിജി മാത്യുവും. VPP മുസ്തഫ വീണ്ടും സെക്രട്ടേറിയറ്റിൽ തിരികെയെത്തി. കാസർഗോഡ് ATM കൊള്ളയടിക്കുവാൻ ശ്രമം. MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM തകർക്കുവാനാണ് ശ്രമമുണ്ടായത്. കാഴ്ചക്കാരെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റി കമ്പള. മംഗളൂരു ഗുരുപുരത്ത് നടന്ന കമ്പളയിൽ 150-ലധികം ജോഡി പൊത്തുകളും തേരാളികളുമാണ് ആവേശപൂരമൊരുക്കിയത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. ഇടയിലക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. കമാൻഡർ ശൗരചക്ര PV മനേഷ് ഉദ്ഘാടനം ചെയ്തു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര വാർഷികോത്സവം. ഭക്തിയുടെ നിറവിൽ നടുദീപോത്സവം നടന്നു. വാർത്തകൾ വിശദമായി. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളായി ഇ പത്മാവതിയും സിജി മാത്യുവും. VPP മുസ്തഫ വീണ്ടും സെക്രട്ടേറിയറ്റിൽ തിരികെയെത്തി. C പ്രഭാകരൻ, VK രാജൻ എന്നിവരെ ഒഴിവാക്കിയാണ് പത്മാവതിയെയും സിജി മാത്യുവിനെയും സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്നു. കാസർഗോഡ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം നടന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ഇ പത്മാവതി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു എന്നീ പുതുമുഖങ്ങളെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. MV ഗോവിന്ദൻ മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗമായതിനെ തുടർന്ന് ഒഴിവായ ഡോക്ടർ VPP മുസ്തഫയെ വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു. C പ്രഭാകരൻ, VK രാജൻ എന്നിവരെ ഒഴിവാക്കിയാണ് പത്മാവതിയെയും സിജി മാത്യുവിനെയും സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തത്. M രാജഗോപാലൻ, P ജനാർദ്ദനൻ, KV കുഞ്ഞിരാമൻ, KR ജയാനന്ദ, M സുമതി, VV രമേശൻ എന്നിവർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തുടരും. ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ MV ബാലകൃഷ്ണന് പകരമാണ് മുസ്തഫയെ തെരഞ്ഞെടുത്തത്. ജില്ലയിലെ വർഗ ബഹുജന സംഘടനാ കമ്മിറ്റികളുടെ പാർട്ടി ചുമതലകളും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ATM കൊള്ളയടിക്കുവാൻ ശ്രമം. MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM തകർക്കുവാനാണ് ശ്രമമുണ്ടായത്. പണം സൂക്ഷിച്ച ഭാഗത്തെ ഡോർ തകർത്താണ് കൊള്ളയ്ക്ക് ശ്രമിച്ചത്. വിഷു ദിവസമായ തിങ്കളാഴ്ച രാത്രി 1:15 മണിയോടെയാണ് കാസർഗോഡിനെ നടുക്കി ATM തകർത്ത് കൊള്ളയടിക്കുവാൻ ശ്രമിച്ച സംഭവമുണ്ടായത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനും ചന്ദ്രഗിരി ജംഗ്ഷനുമിടയിൽ MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM തകർക്കുവാനാണ് ശ്രമിച്ചത്. പണം സൂക്ഷിച്ചിട്ടുള്ള ഭാഗത്തെ ഡോർ തകർത്താണ് കൊള്ളയ്ക്കായി ശ്രമമുണ്ടായത്. ലക്ഷ്യം കാണാത്തതിനെ തുടർന്ന് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ ബാങ്ക് തുറക്കുവാനെത്തിയ ജീവനക്കാരാണ് ATM കൊള്ളയടിക്കുവാൻ ശ്രമിച്ച കാര്യം ആദ്യം അറിഞ്ഞത്. അസിസ്റ്റന്റ് മാനേജർ AK മിഥില നൽകിയ പരാതി പ്രകാരം കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഴ്ചക്കാരെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റി തുളുനാടിന്റെ തുടിപ്പായ കമ്പള. മംഗളൂരു ഗുരുപുരത്ത് നടന്ന കമ്പളയിൽ 150-ലധികം ജോഡി പോത്തുകളും തേരാളികളുമാണ് ആവേശപൂരമൊരുക്കിയത്. ആയിരങ്ങളാണ് കാരിരുമ്പിന്റെ കരുത്താർന്ന പോത്തുകളുടെ ചന്തവും കുതിപ്പും കാണുവാനായി എത്തിയത്. മംഗളൂരുവിലെ ഉൾനാടൻ ഗ്രാമമായ ഗുരുപുരത്ത് നടന്ന മുളൂർ അഡൂർ ജോഡുകരെ കമ്പള കാഴ്ചയുടെ ആവേശപൂരമൊരുക്കി. തുളുനാടിൻ്റെ തുടിപ്പാണ് കമ്പള. കാരിരുമ്പിൻ്റെ കരുത്താർന്ന പോത്തുകളുടെ ചന്തവും കുതിപ്പും കാണുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് എത്തിയത്. വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെയാണ് മത്സര വീരന്മാരെ ട്രാക്കിലേക്ക് ആനയിച്ചത്. ഊഴം കാത്തുനിന്ന് മത്സരപ്പാച്ചിൽ തുടങ്ങിയതോടെ ജനക്കൂട്ടം ആവേശ കൊടുമുടിയേറി. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള 150-ലധികം ജോഡി പോത്തുകൾ കമ്പളയിൽ പങ്കെടുത്തു. പോത്തുകളുടെ ആവേശയോട്ടവും തേരാളികളുടെ അഭ്യാസ പ്രകടനവും കാഴ്ചക്കാർക്ക് ആവേശ വിരുന്നൊരുക്കി. കർണാടക ഉപമുഖ്യമന്ത്രി D ശിവകുമാറിൻ്റെ സാന്നിധ്യം കമ്പളയെ ശ്രദ്ധേയമാക്കി. അദ്ദേഹം മത്സരങ്ങൾ കാണുകയും കമ്പളയുടെ സംസ്കാരത്തെ അഭിനന്ദിക്കുകയും ചെയ്തു.
കമ്പള ഒരു കായിക ഇനമല്ല, അത് നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. അത്തരമൊരു സവിശേഷ കായിക വിനോദത്തെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ಡಿ ಶಿವಕುಮಾರ್ പറഞ്ഞു. ಇವತ್ತು ನೀವೆಲ್ಲ ಈ ಒಂದು ಕಮಲ ಇಲ್ಲಿ ಆಚರಣೆ ಮಾಡಲಿಕ್ಕೆ ಈ ಕ್ರೀಡೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಿಕ್ಕೆ ಬಂದಿದ್ದೀರಿ. ಆ ಪ್ರಾಣಿಗಳ ಮನಸ್ಸನ್ನ ಏನು ಒಂದು ಗೆದ್ಕೊಂಡು ಅವರ ಮನಸ್ಸಿನಲ್ಲಿ ಏನು ಇದೆ ಅಂತ ಹೇಳಿ ಅವರಲ್ಲಿ ಒಂದು ಬಹಳ ಪ್ರೋತ್ಸಾಹವನ್ನು ಕೊಟ್ಟು ಅವನ್ನ ಹಿಡಿತದಲ್ಲಿಟ್ಕೊಂಡು ಯಶಸ್ಸನ್ನ ಕಾಣಲಿಕ್ಕೆ ತಾವೆಲ್ಲ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀರಿ. ಸೋಲುವುದು ಹೇಗೆಂದು ಕಲಿಯಲಿಲ್ಲ ಅಂತ ಅಂದ್ರೆ ನೀವು ಗೆಲ್ಲಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಫಸ್ಟ್ ನಾವು ಸೋಲನ್ನ ಮಾಡಬೇಕು, ಆಗ ಗೆಲುವಿಗೋಸ್ಕರ ನಾವು ರೂಪವನ್ನು ನಾವು ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಕ್ರೀಡೆಯಲ್ಲಿ ಮನುಷ್ಯನ ಗಾತ್ರ ಮುಖ್ಯ ಅಲ್ಲ, ಅವನ ಹೃದಯಕ್ಕೆ ಬಹಳ ಮುಖ್ಯ. ಈ ಕಂಬಳ ಕೋಡುಗಳ ಪ್ರೀತಿಯಿಂದ ನೋಡ್ಕೊಳ್ಳೋದ್ರಿಂದ ಅದರ ಹೃದಯನ ಗೆದ್ದು ಬಹಳ ಸಂತೋಷದಿಂದ ಜನರನ್ನ ನೆಮ್ಮದಿಯನ್ನ ಪಟ್ಟು ಇವತ್ತು ಈ ಒಂದು ಕ್ರೀಡೆಗೆ ಒಂದು ದೊಡ್ಡ ಪ್ರೋತ್ಸಾಹದಾಯಕವಾದಂತಹ ಅಂಶಗಳನ್ನು ನಾವೆಲ್ಲ ಗಮನಿಸಿಕೊಂಡಿದ್ದೇವೆ. കാണികളെ ത്രില്ലടിപ്പിക്കുന്ന റിസ്ക്കാണ് കമ്പള എന്ന ഈ കായിക വിനോദത്തിൻ്റെ ആകർഷണം. ഉഴുതുമറിച്ച ട്രാക്കിലൂടെ എണ്ണയിട്ട് കറുപ്പിച്ച മത്സരപ്പോത്തുകൾ പായുന്ന കാഴ്ചയേക്കാളുമപ്പുറം കാർഷിക സംസ്കൃതിയുടെ വിയർപ്പിൽ നനഞ്ഞ നാടിൻ്റെ ഗന്ധം കൂടിയാണ് കമ്പള. അതുകൊണ്ടാണ് എവിടെ കമ്പള നടന്നാലും ആ ആവേശ ചൂടറിയുവാൻ പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്നതും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം കറന്തക്കാട് ബിന്ദു ആർക്കേഡിൽ നടന്നു. എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് കറന്തക്കാടിലെ ബിന്ദു ആർക്കേഡിൽ നടന്നു. പ്രൗഢമായ ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്നി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും എന്നോട് വന്ന് വലിയ സ്വത്തുണ്ട്, നിങ്ങൾക്ക് ഇന്നാളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ കച്ചവടാക്കും. അങ്ങനെ കച്ചവടാക്കി എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അതിൽ എൻ്റെ സിംഹഭാഗവും ഞാൻ പാവങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരവസരം എനിക്ക് ലഭിച്ച അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് പ്രിയപ്പെട്ട സാബു വർഗീസും നിങ്ങളെല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹക്കീം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സാബു വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി മഹേഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ നിരവധി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടയിലക്കാടിൻ്റെ കലാ കായിക സാംസ്കാരിക ഭൂമികയിൽ 5 പതിറ്റാണ്ടായി ജ്വലിച്ചു നിൽക്കുന്ന വലിയപറമ്പ് ഇടയിലക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. കമാൻഡർ ശൗരചക്ര PV മനേഷ് ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് കേസുകളുള്ളത് അതിർത്തി തർക്കത്തിൻ്റെ പേരിലാണെന്ന് ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമാൻഡർ ശൗരചക്ര PV മനേഷ് പറഞ്ഞു. അണുകുടുംബങ്ങളായി സമൂഹം മാറിയപ്പോൾ സഹോദരങ്ങൾക്കെതിരെ പോലും തിരിയുവാൻ പലരും തയ്യാറായി എന്നത് ഖേദകരമാണ്. എല്ലാം വെട്ടിപ്പിടിക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ സമൂഹ നന്മയ്ക്കും രാജ്യത്തിനും നാം എന്ത് സംഭാവന ചെയ്തു എന്ന് ആത്മപരിശോധന നടത്തുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മളെല്ലാവരും ടോട്ടലി ചേഞ്ചായി. അത് ചേഞ്ചായതിൻ്റെ കാരണം ഇന്ന് നമ്മളൊക്കെ ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബത്തിലേക്ക് വന്നു. അണുകുടുംബത്തിൽ വന്നപ്പോൾ ഞങ്ങൾ സ്വാർത്ഥത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സ്വാർത്ഥത, ഞാനും എൻ്റേതും എന്ന ഒരു സ്വാർത്ഥതയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരം ആറ്റിറ്റ്യൂഡുകളും ഇത്തരം വ്യത്യാസങ്ങളും ഇത്തരം വ്യതിയാനങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കുടുംബത്തിൽ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളുടെ ഗ്രേഡിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഓരോ ജോലിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഓരോ വീടുകൾ ഉണ്ടാവുക. ആ വീടുകളിൽ തന്നെ മതിൽക്കെട്ടുകൾ ഉണ്ടായി. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ടാകുന്ന അതിർത്തി തർക്കങ്ങളിലാണ്. അതിർത്തി തർക്കങ്ങളിൽ കേസുണ്ടാവും. സ്വന്തം ചോരയിൽപ്പെട്ടവർ തന്നെ പരസ്പരം കേസ് കൊടുക്കുന്നു. ആ പരസ്പരം കേസ് കൊടുത്തപ്പോൾ അവർ തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടാവുന്നു. അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ഇന്ന് പോലീസുകാർക്ക് വരെ സാധിക്കുന്നില്ല. കാരണം അവിടെ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കുന്നു. ഒരു കുടുംബത്തിൽ മതിൽക്കെട്ടുകളുണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും മതിൽക്കെട്ടുകളുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ MK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം K അജിത, ക്ലബ്ബ് പ്രസിഡന്റ് M രാജേഷ്, KJ സൈമൺ, K ജയചന്ദ്രൻ, ബിന്ദു സൈമൺ എന്നിവർ സംസാരിച്ചു.
വനിതാവേദി പ്രവർത്തകർ തിരുവാതിരക്കളി അവതരിപ്പിച്ചു. തുടർന്ന് സ്വരാജ് ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ കലാസന്ധ്യയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായുള്ള നടുദീപോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയത്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം വാർഷികോത്സവത്തിന്റെ ഭാഗമായി നടന്ന നടുദീപോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ 5 മണിക്ക് ദീപോത്സവത്തോടുകൂടി ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഉത്സവബലി, തുലാഭാര സേവ, മഹാപൂജ, പ്രസാദ വിതരണം എന്നിവ നടന്നു. വൈകിട്ട് തായമ്പക, ദീപാരാധന എന്നീ ചടങ്ങുകൾക്ക് ശേഷം നടുദീപോത്സവം നടന്നു. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രനടയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അൽനൂർ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ലോഗോ പ്രകാശനം ജാൽസൂർ അഡ്കാർ മഖാം ഉറൂസ് മുബാറക്ക് സമാപന വേദിയിൽ നടന്നു. ആത്മീയ പണ്ഡിതൻ ഷൈഖുന ഓലമുണ്ട മെഹ്മൂദ് ഫൈസി പ്രകാശനം നിർവഹിച്ചു. ഉളിയത്തടുക്കാൻ നാഷണൽ നഗർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽനൂർ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ ലോഗോ പ്രകാശനം ചരിത്രപ്രസിദ്ധമായ ജാൽസൂർ അഡ്കാർ മഖാം ഉറൂസ് മുബാറക് സമാപന വേദിയിൽ പ്രമുഖ ആത്മീയ പണ്ഡിതൻ ഷൈഖുന ഓലമുണ്ട മെഹ്മൂദ് ഫൈസി നിർവഹിച്ചു. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ജാൽസൂർ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പ്രഭാഷകൻ ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാരെ മുഖ്യപ്രഭാഷണം നടത്തി. അൽനൂർ ചെയർമാൻ മുനീർ സഹദി അൽ അർഷദി പദ്ധതി വിശദീകരിച്ചു. ഇബ്രാഹിം മദനി, ഷാഹുൽ ഹമീദ് സഖാഫി ബള്ളരെ, സ്വാദിഖ് ഫാളിലി കുമ്ര, ഷാബിദ് ഫാളിലി എലിമല, ഹബീബ് ഹിമമി ഉപ്പിനങ്ങാടി, അബ്ദുൽ റഷീദ് മദനി സംപ്യ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ കുമ്പക്കോട് എന്നിവർ സംബന്ധിച്ചു. ജുനൈദ് ഹിമമി തുർക്കളിಗೆ സ്വാഗതവും നൌഫൽ സഹദി ജാൽസൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രശസ്ത സിനിമാ താരം രാജേഷ് മാധവ് ദീപ്തി തിയേറ്ററിലെത്തി. മരണമാസ് എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായാണ് രാജേഷ് മാധവ് ദീപ്തി തിയേറ്ററിൽ എത്തിയത്. പ്രശസ്ത സിനിമാ താരം രാജേഷ് മാധവൻ തന്റെ പുതിയ ചിത്രമായ മരണമാസ് എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിനായാണ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ എത്തിയത്. ദീപ്തി തിയേറ്റർ ഓണർ രാജ്കുമാറും രാജേഷ് മാധവും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് സന്തോഷം പങ്കുവച്ചു. ബേസിൽ ജോസഫ്, അനീഷ്മ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കവിയൂർ ശിവപ്രസാദാണ്. നിർമ്മാണം സിനിമാ താരം ടോവിനോ തോമസ് നിർവഹിച്ചിരിക്കുന്നു. ഏപ്രിൽ 10 തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ച ചിത്രം വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് രാജേഷ് മാധവും ടീമും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ഗണിത അധ്യാപക സംഗമവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.വി. മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഗണിത അധ്യാപക സംഗമവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.വി. മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ വിദ്യാലയത്തിൽ ചെല്ലുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെ A+ന്റെ എണ്ണം അതില് കണക്കിന്റെ പാദവാർഷിക പരീക്ഷ മാർക്ക്, ക്രിസ്മസ് പരീക്ഷയുടെ മാർക്കാണ് ഒരു അടിസ്ഥാനമായിട്ട് ഈ എന്റെ കണക്കുകൂടൽ എടുക്കാറുള്ളത്. അപ്പോൾ 50 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കണക്ക് ബാക്കി വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടും എന്ന ഒരു കണക്കുകൂടലാണ് എനിക്കുള്ളത്. DEO ദിനേശ് വി അധ്യക്ഷത വഹിച്ചു. അധ്യാപക സംഗമം കൺവീനർ രാജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ അരവിന്ദ കെ നാമപ്രകാശനം ചെയ്തു. DDE കാസർഗോഡ് രക്ഷാധികാരി, കാസർഗോഡ് മുൻ DDE നന്ദികേശൻ, DEO ഓഫീസ് പ്രതിനിധി സത്യഭാമ, വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ കൃഷ്ണദാസ്, ടോമി ഫിലിപ്പ്, രാജേഷ്, അനിൽകുമാർ, മുനീർ M എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുമൊഴി ഭാഷണം നടത്തി.
രജിസ്ട്രേഷൻ കൺവീനർ വി ഗംഗാധരൻ മാസ്റ്റർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ കൊയ്യോങ്കര കൂവാരത്ത് തറവാട് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ 17 വർഷത്തിനു ശേഷം കളിയാട്ട മഹോത്സവം ഏപ്രിൽ 17 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനവും സുവനീർ പ്രകാശനവും 17 രാത്രി 7 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. ഏറ്റുകുടുക്ക അവധൂതാശ്രമത്തിലെ സാധു വിനുസ്വാമി മുഖ്യപ്രഭാഷണം നടത്തും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ മുഖ്യാതിഥിയായിരിക്കും. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, പഞ്ചായത്ത് അംഗം സീതാ ഗണേശ് എന്നിവർ സംസാരിക്കും. തുടർന്ന് വനിതാവേദി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ തിരുവാതിരയും വിവിധ ടീമുകളുടെ കൈകൊട്ടിക്കളിയും നടക്കും. ഏപ്രിൽ 18 രാത്രി വനിതാവേദിയുടെ നാടൻ പാട്ടും തുടർന്ന് കൊയ്യോങ്കര കലാഗ്രാമം അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും. 19 വൈകുന്നേരം 4 മണിക്ക് അക്ഷര ശ്ലോക സദസ്സ്, രാത്രി 7 മണിക്ക് തെയ്യം തിടങ്ങൽ, 8 മണിക്ക് മേലേരിക്ക് അഗ്നി പകരലിനെ തുടർന്ന് വിവിധ തോറ്റങ്ങൾ അരങ്ങിലെത്തും. അർദ്ധരാത്രി 12 മണിക്ക് ഭൂതം ദൈവം, 20 പുലർച്ചെ 3:30 അങ്കക്കുളങ്ങര ഭഗവതിയും രക്തചാമുണ്ടിയും പുതിയ ഭഗവതിയും തിരുനടയിൽ നടനമാടും. പുലർച്ചെ 5 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം, 20 ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രധാന തെയ്യക്കോലമായ കമ്മാടത്തമ്മയുടെ പുറപ്പാട്, തുടർന്ന് ഗുളികൻ ദൈവം, 12:30 മുതൽ അന്നദാനവും നടക്കും. രാത്രി 8 മണിക്ക് കുണ്ടോർ ചാമുണ്ടി മൂലാരൂഢത്തിൽ മോന്തിക്കോലം, 21 രാവിലെ 9 മണിക്ക് കുണ്ടോർ ചാമുണ്ടിയുടെ പുറപ്പാട് എന്നിവ നടക്കും. കളിയാട്ട മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ P ശശിധരൻ മാസ്റ്റർ, ജനറൽ കൺവീനർ K ശശി, സുവനീർ കമ്മിറ്റി കൺവീനർ K രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വായന എന്ന അതിരില്ലാ ലോകത്തേക്ക് കുട്ടികളെ നയിക്കുവാൻ ഉതകുന്ന തരത്തിൽ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബാലവേദി മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന ലക്ഷ്യത്തിൽ കുട്ടികളെ പുസ്തക വായനയുടെ പരന്ന ലോകത്തേക്ക് നയിക്കാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാനപ്രകാരമാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ 3 കേന്ദ്രങ്ങളിലാണ് ബാലവേദി മെന്റർമാർക്ക് പരിശീലനം നടത്തുന്നത്. തൃക്കരിപ്പൂരിൽ നടന്ന പരിശീലന പരിപാടിയിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളിൽ നിന്ന് ഒരു മെന്ററാണ് പങ്കെടുക്കുന്നത്. തൃക്കരിപ്പൂർ KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ K ചന്ദ്രശേഖരൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിശീലനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. പഴയ കാലഘട്ടത്തിൽ കോലം മാസ്റ്ററും അതുപോലെ തന്നെ അമ്മു മാസ്റ്ററും ഒക്കെ ഗ്രന്ഥശാല പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ കണ്ടത് നിറഞ്ഞ ആളുകളാണ്. കാരണം കുട്ടികളും അമ്മമാരും എല്ലാം നാട്ടിൽ ഏകദേശം ആളുകൾ കക്ഷി രാഷ്ട്രീയം നോക്കില്ല. തൊട്ടടുത്ത ഗ്രന്ഥശാല ഏതാണോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് അറിഞ്ഞാൽ പോലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മക്കളെ പോലും വിടുന്നൊരു കാലഘട്ടമാണ്. പക്ഷെ ഇന്ന് നമ്മളതിൽ നിന്ന് മാറ്റം വന്നു. രാഷ്ട്രീയം നോക്കാൻ തുടങ്ങി, ജാതി നോക്കാൻ തുടങ്ങി, മതം നോക്കാൻ തുടങ്ങി, ആരാണ് ആ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം എന്നൊക്കെ നോക്കാൻ തുടങ്ങി. അവിടുന്ന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആളില്ലായ്മ. ഇന്ന് നമ്മൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വായനശാലയിൽ മാത്രമേ കയറൂ, അല്ലെങ്കിൽ ഇന്നേ മതസംഘടനയുടെ വായനശാലയിലേക്ക് കയറി വായ്പയുള്ള ഒരു ബോധം പൊതുസമൂഹത്തിലേക്ക് എത്തിയതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർമാരായ VK രതീശൻ, P ശ്രീധരൻ, താലൂക്ക് നിർവാഹക സമിതി അംഗം പപ്പൻ കുട്ടമത്ത്, PV ഉണ്ണിരാജൻ, M നാരായണൻ എന്നിവർ സംസാരിച്ചു. പരിശീലകരായ പ്രഭാകരൻ വലിയപറമ്പ്, സുരേഷ് കുമാർ ബിരിക്കുളം എന്നിവർ ക്ലാസുകളെടുത്തു. ഏപ്രിൽ 17 ചെറുവത്തൂർ തുരുത്തി നിലമംഗലം ഓഡിറ്റോറിയത്തിൽ ആലിനപ്പുറം കൈരളി ഗ്രന്ഥാലയത്തിന്റെയും കാഞ്ഞങ്ങാട് കിഴക്കുങ്ങര മുച്ചിലോട്ട് GLP സ്കൂളിൽ ശാന്തി കലാമന്ദിരം ഗ്രന്ഥാലയത്തിന്റെയും സഹകരണത്തോടെയുമാണ് മെന്റർമാർക്കുള്ള പരിശീലന പരിപാടി നടക്കുക. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കോളിക്കര ഹോണ്ടയുടെ അത്യാധുനിക ഷോറൂം വെള്ളിയാഴ്ച ചെമ്മനാട്ട് പ്രവർത്തനം ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യയിലെ ഉന്നത പ്രതിനിധികൾ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളിക്കര ഹോണ്ടയുടെ അത്യാധുനിക ഷോറൂം വെള്ളിയാഴ്ച ചെമ്മനാട്ട് പ്രവർത്തനം ആരംഭിക്കും.
KSTP റോഡിൽ മണലിൽ സ്ഥിതി ചെയ്യുന്ന ഷോറൂമിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യയിലെ ഉന്നത പ്രതിനിധികൾ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മികവുറ്റ സൗകര്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ള ഈ ഷോറൂമിൽ ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും വിപുലമായ ശ്രേണിയിൽ ലഭ്യമാകും. ഉപഭോക്താക്കൾക്ക് ഫിനാൻസ്, എക്സ്ചേഞ്ച്, സർവീസിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരേ കുടക്കീഴിൽ ലഭിക്കുമെന്നത് ഷോറൂമിന്റെ പ്രധാന പ്രത്യേകതയാണ്. സൗത്ത് ഹെഡ് CSMS ശ്രീവത്സ സാൻ, കേരള സെയിൽസ് സോണൽ മാനേജർ R. അൻപരസൻ സാൻ, കേരള സർവീസ് സോണൽ മാനേജർ M. കാർത്തിക് സാൻ എന്നിവരും സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വിൽപ്പനയ്ക്കപ്പുറം വിൽപ്പനാന്തര സേവനം മികച്ച രീതിയിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിവിശാലമായ ഏകദേശം 13,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വിശാലമായ ഒരു ഷോറൂമാണ് ചെമ്മനാട് കൊളിക്കര ഹോണ്ട എന്ന നാമകരണത്തിൽ നമ്മൾ തുടങ്ങുന്നുള്ളത്. ഉദ്ഘാടനത്തിന് ഹോണ്ടയുടെ പ്രതിനിധികളായ സൗത്ത് ഹെഡ് CSM ശ്രീവത്സൻ, കേരള സെയിൽസ് സോൺ മാനേജർ R. അൻപരസൻ, കേരള സർവീസ് മാനേജർ M. കാർത്തിക്, അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളായി സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തിന് പ്രമുഖരും സംബന്ധിക്കുന്നു. കോളിക്കര ഗ്രൂപ്പ് ഡയറക്ടർമാരായ മൊയ്തീൻ കോളിക്കര, മാഹിൻ കോളിക്കര, അബ്ദുൽ ഖാദർ കോളിക്കര, ഫയാസ് കോളിക്കര, ജനാർദ്ദന B എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPI മഞ്ചേശ്വരം ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി ബഹുജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. CPI മഞ്ചേശ്വരം ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി മഞ്ചേശ്വരം TV തോമസ് സ്മാരക മന്ദിരത്തിന് സമീപം ബഹുജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ബഹുജന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് BJPക്കെതിരായി വളർന്നു വന്ന മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ ഇന്ത്യ മുന്നണിയിലെ നിർണായകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ആ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തെ BJP സർക്കാർ സാമ്പത്തികമായും മറ്റും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഈ ഗവൺമെന്റിന് പിന്തുണ നൽകി BJP ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ പ്രതികരിക്കേണ്ട കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷം അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഗണേഷ് കുഞ്ചത്തൂർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ജയറാം ബല്ലേങ്കൂടൽ, ജില്ലാ കമ്മിറ്റി അംഗം S. രാമചന്ദ്ര ബഡാജെ, രാമകൃഷ്ണ കടമ്പാർ, AIYF ജില്ലാ പ്രസിഡന്റ് അജിത് MC ലാൽബാഗ്, NFIW നേതാവ് നാരായണി രാജൻ, മോട്ടോർ യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കടമ്പാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം S. രാമചന്ദ്ര ബഡാജെ, NFIW നേതാക്കളായ നാരായണി രാജൻ, പവിത്ര ശ്രീധർ, രേഖ പ്രേംദാസ്, ചിത്രാവതി അഞ്ചരെ, ലോക്കൽ സെക്രട്ടറി ശ്രീധർ മാട, സ്വാഗത സംഘം കൺവീനർ ദയാകർ മാട, ഗണേഷ് കുഞ്ചത്തൂർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളായി E. പത്മാവതിയും സിജി മാത്യുവും. VPP മുസ്തഫ വീണ്ടും സെക്രട്ടേറിയറ്റിൽ തിരികെയെത്തി. കാസർഗോഡ് ATM കൊള്ളയടിക്കുവാൻ ശ്രമം. MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM തകർക്കുവാനാണ് ശ്രമമുണ്ടായത്. കാഴ്ചക്കാരെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റി കമ്പള. മംഗളൂരു ഗുരുപുരത്ത് നടന്ന കമ്പളയിൽ 150-ലധികം ജോഡി പൊത്തുകളും തേരാളികളുമാണ് ആവേശപൂരമൊരുക്കിയത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ്, ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. ഇടയിലക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. കമാൻഡർ ശൗരചക്ര PV മനേഷ് ഉദ്ഘാടനം ചെയ്തു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര വാർഷികോത്സവം. ഭക്തിയുടെ നിറവിൽ നടുദീപോത്സവം നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.